കാമുകന്റെ കടബാധ്യത തീർക്കാനായി സ്വന്തം അമ്മയെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്ത് കൊടും ക്രൂരത ചെയ്തിരിക്കുകയാണ് ഒരു മകൾ. തൃശൂർ മുണ്ടൂർ സ്വദേശിനിയായ 75-കാരി തങ്കമണിയുടെ മരണമാണ് കൊലപാതകമാണെന്ന് ഒടുവിൽ തെളിഞ്ഞത്. സംഭവത്തിൽ തങ്കമണിയുടെ ഏക മകളായ സന്ധ്യയെയും കാമുകൻ നിതിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വർണം കവർന്നെടുക്കുന്നതിനായി മകൾ കാമുകനോടൊപ്പം ചേർന്ന് അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുണ്ടൂർ സ്വദേശിനിയായ തങ്കമണി കൊല്ലപ്പെടുന്നത്. ഉരലിൽ തലയിടിച്ച് വീണ് അമ്മ മരിച്ചുവെന്നാണ് മകൾ സന്ധ്യ ആദ്യം പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് തങ്കമണിയുടേത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ശനിയാഴ്ച രാവിലെ തങ്കമണിയെ കൊലപ്പെടുത്തിയ ശേഷം സന്ധ്യയും നിതിനും ചേർന്ന് രാത്രിയോടെ മൃതദേഹം പറമ്പിൽ കൊണ്ടിട്ടു. പിന്നീട് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. പേരാമംഗലം പോലീസ് എത്തിയപ്പോൾ നെറ്റിയിലുള്ള മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ സമീപത്തുള്ള ഉരലിൽ ഇടിച്ചതാകാമെന്നാണ് കരുതിയത്. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടതുമില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് അസ്വാഭാവികത തോന്നി. തങ്കമണി ശ്വാസം മുട്ടി മരിച്ചതിന്റെ അടയാളങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ ഡോക്ടർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സന്ധ്യയ്ക്ക് ഭർത്താവും ഒരു മകനുമുണ്ട്. മകനുമായി പ്രതിയായ നിതിൻ സൗഹൃദത്തിലായിരുന്നു. കൊലപാതകത്തിനു ശേഷം ശബരിമലയിലേക്ക് പോയ നിതിൻ സന്ധ്യയുടെ മകനെ വിളിച്ച് പോലീസ് എത്തിയോ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നോ എന്നെല്ലാം നിരന്തരം അന്വേഷിച്ചു. ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ശബരിമലയിൽ നിന്ന് തിരികെ എത്തിയ നിതിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ നിതിൻ കുറ്റം സമ്മതിച്ചിരുന്നില്ല. ഇതിനിടെയാണ് സന്ധ്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. സന്ധ്യയും ആദ്യം കുറ്റം സമ്മതിച്ചില്ല. തുടർന്ന് ഫോൺ പരിശോധിച്ചതോടെ നിതിനുമായി നിരന്തരം സംസാരിച്ചതിന്റെ വിവരങ്ങളും സ്വർണവും പണവും കൈമാറിയതിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. തെളിവുകൾ പോലീസ് നിരത്തിയതോടെ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാൻ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്നും കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്നും സന്ധ്യ ഏറ്റുപറഞ്ഞു. 2 കമ്മലും മാലയും സന്ധ്യയും നിതിനും എടുത്തു. പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം നിതിന്റെ പക്കലുമായി. കമ്മലും മാലയുടെ കഷ്ണവും പണയം വെച്ച് 1.5 ലക്ഷം രൂപ നിതിൻ എടുത്തതായും തെളിഞ്ഞു. നിതിന്റെ കടബാധ്യത തീർക്കുന്നതിനായാണ് ഇങ്ങനെ ചെയ്തതെന്നും സന്ധ്യ പറയുന്നുണ്ട്.